വരുന്ന ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടിൽ കണ്ടത്. ഇനി 29-ാം തീയതി വരെ കേരളത്തിന്റെ എല്ലായിടങ്ങളിലും മഴ ശക്തമായിരിക്കും. അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയും പറഞ്ഞിരുന്നു. എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്? GK, സംസ്ഥാനത്ത് ഇന്ന്, അതായത് ഇന്നിനി രാത്രിയും സമയമുണ്ട്. രാത്രിയും സംസ്ഥാനത്തെ പലയിടങ്ങളിലും അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മധ്യ കേരളത്തിലെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെ മുതൽ അടുത്ത ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും മഴ കനക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ കൂടുതലായി മഴ ലഭിക്കും. GK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഈ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിന് അല്ലെങ്കിൽ ശക്തമായ കാറ്റിന് പലയിടങ്ങളിലും സാധ്യതയുണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും ശക്തമായ കാറ്റ് വീശിയിരുന്നു. ഈ ശക്തമായ കാറ്റ് വീശുന്നത് മൂലം മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങളും അതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങളും കെടുതികളും രൂക്ഷമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ. അതിനാൽ ഈ ശക്തമായ കാറ്റിനെ അത്തരത്തിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ പലയിടത്തും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അത് തെക്കൻ കേരളത്തിലാണെങ്കിൽ ഈ ദിവസം, അതായത് ഇന്ന്, അത് മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും മലയോര മേഖലകളിലും കൂടുതൽ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിനാൽ കർശനമായ ജാഗ്രത പൊതുജനങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി ഈ ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് കാറ്റാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഒരു പുതിയ വില്ലൻ. കാരണം പലയിടങ്ങളിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അപകടങ്ങളൊക്കെ തന്നെ കാറ്റിൽ, തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റിൽ വലിയ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ വീടിന് കുറുകെ വീണിരിക്കുന്ന മരങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് ഒരിടത്ത് റെയിൽവേ പാതയിലേക്ക് വീണു, ഗതാഗതം തടസ്സപ്പെട്ടു, റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ധാരാളം മരങ്ങളുണ്ട്. അതൊക്കെ ഏത് നിമിഷവും വീണ് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേകം എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? GK, ശക്തമായ കാറ്റ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രധാനമായി നൽകുന്നത് ഈ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞും ഉണ്ടാകാനുള്ള അപകടങ്ങൾ കൂടുതലായതിനാൽ തന്നെ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് പൊതുവായ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഒപ്പം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. അവ അഴിച്ചുവെക്കുകയോ ബലപ്പെടുത്തുകയോ ചെയ്യണം. കാറ്റുമഴയുള്ളപ്പോൾ അതിൻ്റെ സമീപത്തോ ചുവട്ടിലോ ഒന്നും നിൽക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ളവ, കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണമെന്നും തുടങ്ങി നീണ്ട നിർദ്ദേശമുണ്ട്. ഓല മേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നതടക്കമുള്ള ദീർഘമായ മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതുപോലെ ജില്ലാ ഭരണകൂടങ്ങൾക്കും നൽകിയിട്ടുള്ളത്. അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ കാറ്റിനെ പ്രതിരോധിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുൻകരുതൽ ആയി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. GK, ശരി. അതുപോലെ തന്നെ ഈ കടൽക്ഷോഭം ഇന്ന് വളരെ രൂക്ഷമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. അതുപോലെ ശക്തമായ കാറ്റുള്ളത് കൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവർക്കും പ്രത്യേകം ജാഗ്രത ആവശ്യമാണല്ലോ. മാത്രമല്ല അലക്സ്, ഈ നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും നദികളിൽ വെള്ളം കയറുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അണക്കെട്ടുകളുടെ നില എങ്ങനെയാണ്? ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? GK, തീർച്ചയായും സംസ്ഥാനത്തെ പല നദികളിലും പ്രളയസാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര ജല കമ്മീഷനും അതുപോലെ സംസ്ഥാന ജലസേചന വകുപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഓറഞ്ച്, മഞ്ഞ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തെ പല നദികളിലും നൽകിയിട്ടുണ്ട്. ഇവയാണ്. പത്തനംതിട്ടയിലെ മണിമലയിൽ
മണിമലയിൽ ഒപ്പം അച്ചൻകോവിലെ തുമ്പവൻ സ്റ്റേഷനിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഈ നദികളിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര ജല കമ്മീഷനും അതുപോലെ സംസ്ഥാന ജലസേചന വകുപ്പും കാണുന്നത്. തിരുവനന്തപുരത്ത് വാമനപുരം നദി, കൊല്ലത്ത് പള്ളിക്കൽ നദി, ആലപ്പുഴയിൽ അച്ചൻകോവിൽ, പത്തനംതിട്ടയിൽ തന്നെ പമ്പ, അച്ചൻകോവിൽ, മണിമല, ഒപ്പം ഇടുക്കിയിൽ തൊടുപുഴ, തൃശ്ശൂരിൽ ചാലക്കുടി നദി, കണ്ണൂരിൽ വളവട്ടണം, വയനാട് കബനി തുടങ്ങിയ നദികളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത ഈ നദികളിലുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ കർശനമായ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ജല കമ്മീഷനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ജലസേചന വകുപ്പും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തീരമേഖലയിൽ കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള തീരമേഖലകളിലാകട്ടെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. പൊതുവിൽ കേരളത്തിലെ തീരമേഖലയിൽ അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ ആ കടലേറ്റവും അതുപോലെ കടൽക്ഷോഭവും രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയും രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പൊതുജനങ്ങളും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പ് കൂടിയുണ്ട്. ഇതിൽ പ്രധാനമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുകയും ചെയ്തു. നിലവിൽ അത് ജാർഖണ്ഡിനും ഛത്തീസ്ഗഡിനും മുകളിലായി സ്ഥിതി ചെയ്യുകയാണ്. ഇതിന്റെ ഫലമായി തന്നെ ഈ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് സജീവമാകാനും ഇത്തരത്തിൽ കൂടുതലായി മഴയും അതുപോലെ ശക്തമായ കാറ്റും പലയിടങ്ങളിൽ അലക്സ് റാം മുഹമ്മദാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് കാറ്റ് ശക്തമാകും എന്നതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ കഴിയുന്നവർ പ്രത്യേകം കരുതലെടുക്കേണ്ടതാണ്. മാത്രമല്ല നദികളിൽ ജലനിരപ്പ് ഉയർന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ പ്രളയ സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീരപ്രദേശത്ത് കഴിയുന്നവർ ഏതെങ്കിലും ഘട്ടത്തിൽ അപകട സാഹചര്യം കാണുകയാണെങ്കിൽ അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിപ്പോകണം. അത്തരം നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതാണ്. ജില്ലാ ഭരണകൂടം അതാത് സമയങ്ങളിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ അതിന്റെ തുടർ നടപടികളിലേക്ക് ആളുകൾ കടക്കുകയും ചെയ്യണം. പലയിടത്തും ഇന്ന് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 മരണം ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും അപകടം ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ വീണ് ഉണ്ടായിട്ടുള്ള അപകടങ്ങളാണ്. ഉളീക്കലിൽ 7 വൈദ്യുതി പോസ്റ്റുകളാണ് ഇന്ന് ശക്തമായ കാറ്റിൽ തകർന്നു വീണത്. അതുപോലെ പന്തളം പൂഴിക്കാട് UP സ്കൂളിന്റെ മുറ്റത്ത് മരം വീണു. ഭാഗ്യം ഇന്ന് അവധിയായതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും വീടുകളിലേക്കും മുകളിലേക്ക് മരം വീണ് അവിടുത്തെ കുടുംബങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ കൂടി ഇന്ന് പങ്കുവെക്കാനുണ്ട്.